നമസ്കാരം. പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികളുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി കാലങ്ങളായി പല ശാസ്ത്ര നിരീക്ഷണ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ആരും എത്തിയിട്ടില്ല. അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്ന ശാസ്ത്ര ഉദ്യമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാമെന്നും അവർ മനുഷ്യരെക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പുരോഗമനം കൈവരിച്ചിട്ടുണ്ടാകാമെന്നുമുള്ള നിഗമനം പങ്കുവയ്ക്കുകയാണ് ISRO ചെയർമാൻ S. സോമനാഥ്. അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ഇതുവരെ നേരിട്ട് സമ്പർക്കം പുലർത്താത്തത് വലിയ ഭാഗ്യമാണ്. ഭൂമിയിലെ ജീവൻ ഒരു പൊതു പൂർവികനിൽ നിന്നാണ് പരിണമിച്ചത്. എന്നാൽ ഭൂമിയിലെ മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജനിതക പ്രോട്ടീൻ ഘടനകളുള്ള അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കമുണ്ടാകുന്നത് മനുഷ്യന് അപകടകരമാണ്. അത് പല രോഗങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകുന്നു. വ്യത്യസ്തമായ ജീവരൂപങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഒരു വിഭാഗത്തിന്റെ ആധിപത്യത്തിലേക്കോ അല്ലെങ്കിൽ സംഘർഷത്തിലേക്കോ നയിക്കാം. ഇതിൽ ആര് ബാക്കിയാകുമെന്നും പറയാനാകില്ല. ISRO മേധാവി മുന്നറിയിപ്പ് നൽകുന്നു. കോടിക്കണക്കിന് ആകാശഗോളങ്ങൾ, ഗാലക്സികൾ, എക്സോ പ്ലാനറ്റുകൾ, നക്ഷത്രങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് പ്രപഞ്ചം. ഈ വിശാലമായ ലോകത്ത് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണെന്നാണ് നാം കരുതുന്നത്. ഇതോടനുബന്ധിച്ച് ഇക്കാലമത്രയും നടത്തിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതും അതുതന്നെയാണ്. മറ്റ് അന്യഗ്രഹങ്ങളുമായി സമ്പർക്കം പുലർത്താൻ മനുഷ്യർ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ വിജയിച്ചിട്ടുമില്ല. എന്നാൽ അതിനർത്ഥം ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ളത് ഭൂമിയിൽ മാത്രമാണെന്നാണോ? അങ്ങനെയാണെന്ന് പൂർണ്ണമായും കരുതാനാവില്ല. നിങ്ങളെക്കാൾ 200 വർഷം പുറകിൽ സഞ്ചരിക്കുന്ന ഒരു സംസ്കാരത്തെയും 1000 വർഷം മുന്നിൽ സഞ്ചരിക്കുന്ന ഒരു സംസ്കാരത്തെയും കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ. ISRO മേധാവി S. സോമനാഥ് പോഡ്കാസ്റ്റിലൂടെ യുവ യൂട്യൂബർ രൺവീർ അലഹബാദിയോട് സംവദിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇതേ തുടർന്നാണ് അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള നിഗമനങ്ങളും അദ്ദേഹം പങ്കുവച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതികൾ കണക്കിലെടുത്താൽ അന്യഗ്രഹ നാഗരികതയ്ക്ക് അതിലും കൂടുതൽ വർഷങ്ങളുടെ പുരോഗതി വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ സാങ്കേതിക വിദ്യാപരമായും പരിണാമപരമായും മനുഷ്യരെക്കാൾ 1000 വർഷങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നവർ അന്യഗ്രഹങ്ങളിലുണ്ടാകാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനുമപ്പുറം അവർ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നുമുണ്ടാകാം. അവയുടെ ഉത്ഭവം വെച്ച് നോക്കുമ്പോൾ ഇത്തരം കോസ്മിക് ജീവികളിൽ താരതമ്യേന പുതിയ ആളുകളായിരിക്കാം ഭൂമിയിലെ മനുഷ്യർ. ISRO മേധാവി പറയുന്നു. ലോകം എത്ര തന്നെ വികസിച്ചാലും അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അടുത്തിടെ നോബൽ പുരസ്കാര നോമിനിയും പ്രശസ്ത ഇമ്മ്യൂണോളജിസ്റ്റും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഗാരി നോളൻ ഇവയെക്കുറിച്ചുള്ള ഒരു വാദവുമായി രംഗത്ത് വന്നിരുന്നു. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ട്, അവ ഇന്നും നിലനിൽക്കുന്നു. ഇക്കാര്യം 100% ശരിയാണെന്നുമാണ് അദ്ദേഹം വാദിച്ചത്. അതേസമയം ഭൂമിയിൽ അജ്ഞാതവാസം നടത്തുന്ന അന്യഗ്രഹ സുഹൃത്തുക്കളെ കാണാനെത്തുന്ന എലിയൻ വാഹനങ്ങളാണ് UFOകൾ അഥവാ തിരിച്ചറിയപ്പെടാത്ത അസാധാരണമായ പ്രതിഭാസങ്ങൾ എന്ന പഠനവുമായി ഹാർവാർഡ് സർവകലാശാലയിലെ ഹ്യൂമൻ ഫ്ലൂറിഷിംഗ് പ്രോഗ്രാമിൽ ഗവേഷകർ പ്രബന്ധാവതരണം നടത്തിയതും ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. അന്യഗ്രഹ ജീവികൾ സാങ്കല്പികമാണെന്നും അവ സിനിമകളിലെ വെറും കഥാപാത്രങ്ങളാണെന്നും അവയുടെ ലോകം കെട്ടുകഥകളുമാണെന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നതാണ് ISRO ചെയർമാന്റെ ഈ നിഗമനങ്ങൾ. അതേസമയം അന്യഗ്രഹങ്ങളിലെ ജീവസാന്നിധ്യം കണ്ടെത്താനുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്ര വിദഗ്ധർക്ക് ഉത്സാഹജനകവുമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മേധാവിയുടെ ഈ വാക്കുകൾ. വാർത്തയുടെ നിറം തേടി തനിനിറം.